നമ്മളങ്ങനെ ചിന്തിച്ചു പോവല്ലോ. കൃഷ്ണൻ ഒരുപാട് ചിന്തിക്കുന്നു. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. സ്കൂൾ പഠിക്കുന്ന സമയത്ത് പാട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. സ്കൂളിൽ ഒരു പരിധി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പഠിക്കുന്നു, പാസ്സായി പോകണം. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇന്റിമേറ്റ് സീനൊക്കെ ചെയ്യുമ്പോ ഭയങ്കര മുഖത്ത് ഇങ്ങനെ അത്രമാത്രം ഇന്റിമേറ്റ് സീനൊന്നും ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുമ്പോഴൊക്കെ നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ചോദിക്കുന്ന ക്വസ്റ്റിന് ഭയങ്കര കാര്യമായിട്ട് ചിന്തിച്ചു പോകരുത്. കുട്ടിയുടെ ലെവലിലാണ് ഇനി ഞാൻ തിരിച്ചു തള്ളാം. ഓക്കെ, എനിക്ക് 500 രൂപ തന്നതിനൊക്കെ പറ്റുള്ളൂ. നാട്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര പാടാ. നമ്മൾ എത്രയൊക്കെ നമ്മൾ മൊബൈൽ സ്ക്രീനിൽ ഇരുന്ന് കണ്ടാലോ ടെലിഗ്രാമിൽ ഇരുന്ന് കണ്ടാലോ ഫീല് കിട്ടില്ല. ഇന്ന് നമ്മളോടൊപ്പം ഓഗസ്റ്റ് 9 റിലീസിനൊരുങ്ങുന്ന സിക്കാഡ എന്ന ത്രില്ലർ മൂവിയുടെ ഡയറക്ടർ ശ്രീജിത്ത് ഇടവണ, ഹീറോ രജിത്ത്, അതുപോലെ ഹീറോയിൻ ഗായത്രിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ, വെൽക്കം ടു മൂവി വേൾഡ്. താങ്ക് യു. അപ്പോൾ പുതിയ വിശേഷം സിക്കാഡയാണ്. സിക്കാഡ എന്നുള്ളൊരു പേര് ഇടാനുള്ള കാരണം എന്താ? അതായത് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പേര് എന്തുകൊണ്ടാ സിക്കാഡ എന്നുള്ള പേരിട്ട്? സിക്കാഡ എന്ന് പറഞ്ഞാൽ ചീവീട് എന്നാണ് അർത്ഥം. ഞാൻ അത് കണ്ടിരുന്നു, ഒരു പ്രാണി അല്ലേ? ആ, ചീവീട്. ഈ വൈകുന്നേരം ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കത്തില്ലേ, ആ പ്രാണിയാണ് ചീവീട്. അപ്പോൾ ഈ ചീവീട് ആക്ച്വലി നമ്മളൊരു കാട്ടിൽ കയറുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിലും ഇപ്പോൾ ഒരു കാട് ഏരിയ കൂടെ പോകുമ്പോൾ അത് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അതങ്ങ് മ്യൂട്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവാൻ തുടങ്ങും. ശരിയല്ലേ? ആവില്ലേ? അപ്പോൾ അതുകൊണ്ടാണ്, ഐ മീൻ, ഈ ഒരു മേജർ കോൺസെപ്റ്റാണ് ആക്ച്വലി സിനിമയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അല്ല, അതായത് ഇപ്പോ ശ്രീജിത്ത് പറഞ്ഞ പോർഷൻ എന്താ വെച്ചാൽ ഒരേ സമയം നല്ലതുമാണ്, അറ്റ് ദ സെയിം ടൈം ഒരേ സമയത്ത് തന്നെ അതൊരു പ്രോബ്ലമാണ്. രണ്ട് വശങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഓൺ ഗോയിങ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ മഴ പൊതുവെ നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യുന്നതാണ് മഴ. പക്ഷെ അതേ മഴ ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമുക്കുള്ളത്. സോ രണ്ട് വേർഷൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയിലെ ഒരു ട്രാവൽ. ഒരു നായകന്റെ കഥാപാത്രം എടുത്തു നോക്കിയാലും സിനിമയുടെ ഒരു ഹോൾ ജേർണി എടുത്ത് നോക്കിയാലും രണ്ട് വശങ്ങളുണ്ട്. എങ്ങനെ ആകരുത് ഒരാള് എന്നുള്ളൊരു ഇൻഫ്ലുവൻസ് നായകന്റെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ എടുക്കാം, എങ്ങനെ ആകാം, അങ്ങനെ രണ്ടൊരു വശങ്ങളുണ്ട്. സോ അത് തന്നെയാണ് സിക്കാഡ. എനിക്ക് ഭയങ്കര സിക്കാഡ, എനിക്ക് തോന്നുന്നു ആർക്കും അധികം അറിയണ്ടാവില്ല. ഇതൊരു ഒരു ക്രീച്ചറിന്റെ പേരാണെന്ന് ആർക്കും അധികം അറിയാൻ ചാൻസ് ഇല്ല. ഇത് ആക്ച്വലി ചീവീടിന്റെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ഇതാണ് സിക്കാഡ എന്ന് പറയുന്നത് ആക്ച്വലി. അതെ, എന്തായാലും പേര് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ത്രില്ലർ മൂവി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മലയാളത്തിൽ ഒരുപാട് ത്രില്ലർ മൂവീസ് ഇറങ്ങുന്നുണ്ട്. സർവൈവൽ ത്രില്ലർ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തന്നെ ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഭയങ്കര ഹിറ്റായി. അപ്പോൾ ത്രില്ലർ മൂവികൾ ഒരുപാട് വരുമ്പോൾ അതിൽ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരണം. കാരണം ഇപ്പോൾ നമ്മൾ മലയാളം മാത്രമല്ല, ഇംഗ്ലീഷും ഹിന്ദി അങ്ങനെ ഒരുപാട് മൂവീസ് ഓഡിയൻസ് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് സിക്കാഡയിൽ വെറൈറ്റി ആയിട്ട്? ഈ അങ്ങനെ അതിനേക്കാൾ കൂടുതലായിട്ട് ആക്ച്വലി നമ്മുടെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് സിക്കാഡയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത്. ആക്ച്വലി ഞാനൊരു പ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ, അങ്ങനെയാണ് സിക്കാഡയുടെ ഒരു തോട്ട് തുടങ്ങുന്നത്. സോ ഇതിനകത്ത് എന്താ പറയുക, ഒരാൾക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ അനുഭവിക്കുന്നു വരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അത് അയാളുടെ പാസ്റ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്യൂച്ചറായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് റിലേറ്റ് ചെയ്തിട്ടാണ് സിക്കാഡ. അതെ, ഇപ്പോൾ നമ്മൾ എല്ലാ സർവൈവൽ ത്രില്ലേഴ്സും നമ്മൾ വിചാരിച്ച പോലെ ഹിറ്റ് ആവണമെന്നില്ല. പിന്നെ അത് ആൾക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഈ സർവൈവൽ? അല്ല, അത് സർവൈവൽ ഡ്രാമ ത്രില്ലർ കാറ്റഗറി ഒന്നല്ല. എല്ലാ സിനിമയും, ഏത് കൊമേഴ്ഷ്യലി പറഞ്ഞാലും ശരി, ഏത് ആർട്ട് ഹൗസ് സിനിമ എന്ന് പറഞ്ഞാലും ശരി, ഏത് സിനിമയ്ക്കാണ് നമുക്കങ്ങനെ ഷോർട്ടായിട്ട് ഇന്ന ഓഡിയൻസ് വരും, ഇത് കാണും, ഇത് സൂപ്പർ ഹിറ്റ് ആവും. എല്ലാവരുടെയും ബേസിക് എക്സ്പെക്ടേഷൻ അത് തന്നെയാണ്, ഇത് ഹിറ്റ് ആവണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെയും എക്സ്പെക്ടേഷൻ അത് തന്നെയാണ്. ഒരു ഇന്ന ഏജ് കാറ്റഗറി എന്നൊന്നുമില്ല, എല്ലാവർക്കും കാണാം. 18+ ആണ്. ഓക്കെ, ഞാൻ അത് എടുത്ത് ചോദിച്ചത് അങ്ങനെ അല്ല. അതിൽ 18+ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിലത്തെ ചില നമ്മളിതിൽ എന്താ പറയുക, ഒരു ടൂളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വുമൺ എംപവർമെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ യൂസേജ് ഓഫ് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കുറച്ച് അനീതികൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് അത് തെറ്റാകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിലുണ്ട്. അപ്പൊ അതിലുള്ള ചില പോർഷൻസും കാര്യങ്ങളൊക്കെ നാച്ചുറലി ഒരു കിഡ്സ് കുട്ടികൾക്ക് അതുകൊണ്ടാണിത്
ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിൽ അത്യാവശ്യം കോമ്പിനേഷൻ സീൻ അടിപൊളിയായിട്ട് കണ്ടു. ഞാൻ ട്രെയിലറിലൊക്കെ കണ്ടു. അല്ല, അതുകൊണ്ടല്ല പറഞ്ഞോണ്ട് ഞാൻ അതുകൊണ്ടല്ല, അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു ഇതൊക്കെയാണ് കാരണങ്ങൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ട്രെയിലറിൽ അതുപോലെ ആ ഒരു സോങ്ങിലൊക്കെ കണ്ടു കഴിഞ്ഞാല് അത്യാവശ്യം നമ്മളങ്ങനെ ചിന്തിച്ചു പോവല്ലോ. കൃഷ്ണൻ ഒരുപാട് ചിന്തിക്കുന്നു. അല്ല, പക്ഷെ ട്രെയിലറിൽ അങ്ങനെ അതിനും മാത്രം ഇല്ലല്ലോ, ആ കുട്ടി ഒറ്റ ഷോട്ടിൽ മാത്രമല്ലോ. ആ സോങ് ഉണ്ടല്ലോ, സോങ്ങില് അത്യാവശ്യം ഉണ്ടല്ലോ. അത് സ്വാഭാവികം. അത് നമ്മൾ ഏത് ബോളിവുഡ് സോങ്സ് എടുത്തു നോക്കിയാലും എടുത്ത് ചോദിക്കണം. പക്ഷെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സംഭവമായിരുന്നു അത്. അതെ അതെ. നിങ്ങൾ തമ്മിലുള്ള കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ കോമ്പിനേഷൻ വാസ് റിയലി നൈസ്. കാരണം അത് ഞങ്ങൾക്ക് നൈസ് ആയിരുന്നു. നല്ല കെമിസ്ട്രി. നമുക്ക് ആ ഒരു സോങ് ആക്ച്വലി സ്പീക്കിംഗ് ആ കെമിസ്ട്രി വർക്ക് ആവരുത് എന്നുള്ളതായിരുന്നു. കാരണം കുറെ ബുദ്ധിമുട്ടിയോ ഇവരുടെ കെമിസ്ട്രി വരാൻ വേണ്ടി? ഇല്ലല്ലോ, പെട്ടെന്ന് ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു എല്ലാം ചെയ്യാനൊക്കെ. ഇനീഷ്യലി നമ്മൾ അതൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം എടുത്തു. കാരണം ഇപ്പോ ഞങ്ങൾ ആക്ച്വലി ഇന്നലെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, അതായത് ഗായത്രിക്ക് ആക്ച്വലി ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ സ്കെഡ്യൂളിൽ വന്നപ്പോൾ ഗായത്രി ഭയങ്കര ലൈക്ക് ഒബ്വിയസ്ലി ഇതിലൊരു നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഇതുമില്ല, വളരെ ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ ഗായത്രിക്ക് അപ്പോൾ പക്ഷെ കുറച്ചൊരു ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇൻഹിബിഷൻ എനിക്ക് സെക്കൻഡ് സ്കെഡ്യൂളിൽ വന്നപ്പോൾ പക്ഷെ ഗായത്രി അത് ആ ഇൻഹിബിഷനിൽ വർക്ക് ഔട്ട് ചെയ്തു. പിന്നെ വളരെയധികം വളരെ ബോൾഡായി. ഞാൻ ബോൾഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം ലൈക്ക് ഷി വാസ് റെഡി ഓൺ സ്ക്രീൻ. ലൈക്ക് എന്ത് ഡയറക്ടർ പറയുന്നു ഡയറക്ടർക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. ഇത് എനിക്കും പേടി ഉണ്ടായിരുന്നു, ടു ബി ഫ്രാങ്ക്. കാരണം എത്രത്തോളം ഈ നമ്മൾ ഓൺ സ്ക്രീൻ നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് ഗ്രാജുവലി അത് മാറി. നമ്മുടെ കഥ ഡിമാൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അതിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തത്. ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം രജിത്ത് പറഞ്ഞു ഫസ്റ്റ് വന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു കുറേ സീക്വൻസിലൊക്കെ. അപ്പം എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് രജിത്തും അതുപോലെ ശ്രീജിത്തേട്ടനും. ഇവരുടെ രണ്ടുപേരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും. ഗായത്രിയുടെ ഫസ്റ്റ് മൂവിയാണോ ഇത്? അതായത് ആസ് എ ഹീറോയിൻ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ ഇതിന് മുൻപ് ക്യാരക്ടർ റോൾസ് പ്ലേ ചെയ്തിട്ടുണ്ട്, 1-2 പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പുതിയ സിനിമ അപ്പൊ അടിപൊളിയാവട്ടെ അല്ലേ? എങ്ങനെ ഇപ്പൊ ഇതിന്റെ പോസ്റ്റർ കണ്ടപ്പോഴേ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുമ്പോ ഭയങ്കര ഒരു എന്താ പറയാ, ഈ നിഗൂഢത എന്നൊക്കെ പറയില്ലേ, അത് ഫുൾ ത്രൂ ഔട്ട് ദ സിനിമ ഉണ്ട്. അതെ അതെ. അപ്പൊ പോസ്റ്ററുകളൊക്കെ മേക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണം അങ്ങനത്തെ ഒരു അങ്ങനെ ഉണ്ടായിരുന്നു? അത് ആ കഥ, ഐ മീൻ ആ പടത്തിന്റെ മൂഡ് എന്താണ് എന്നുള്ളത് വെച്ചിട്ടാണ് പോസ്റ്റർ വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത്. ആക്ച്വലി അതിനകത്ത് സെൻട്രലിൽ നിൽക്കുന്നത് ജെയ്സ് ജോസ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും തമ്മിലുള്ള കോമ്പിനേഷനാണ് ആ ഫിലിം ആക്ച്വലി. അതിനകത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു നാട്, ഐ മീൻ ഒരു ടൗൺ, ഒരു ഫോറസ്റ്റ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇല്ലേ? ഐ മീൻ ഇറ്റ്സ് ലൈക്ക് ഒരു നന്മ ഒരു തിന്മ, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. മെയിൻ തിങ് കാടാണല്ലേ? പ്രകൃതി ഇതിലൊരു വലിയ റോൾ ഉണ്ട് പ്രകൃതിക്ക്. അത് ട്രെയിലറിൽ നമുക്ക് ഭയങ്കര കണക്ട് ആവുന്നുണ്ട്. ഈ സിനിമയിൽ ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ഒരു സെക്കൻഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് വൈൽഡ് ലൈഫ് ആനിമൽസ് ഉണ്ട്. ഒരു സെക്കൻഡ് ക്യാരക്ടർ അത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് ഈ പറയുന്ന സിക്കാഡ ഉൾപ്പെടെ. സിക്കാഡ ഉണ്ട്, പിന്നെ ഇലിയാന എന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്, പൈത്തൺ. എല്ലാം ഒറിജിനൽ. പിന്നെ ഒരു പോത്തുണ്ട്, മുറാപ്പോത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു മുറാപ്പോത്തുണ്ട്, ഒരു കാട്ടുപോത്തിന്റെ ഒരു ഫീലുള്ള സാധനം. പിന്നെ പട്ടിയുണ്ട്. ഓൾമോസ്റ്റ് അതായത് നാച്ചുറായിട്ട് കണക്ട് ചെയ്ത അങ്ങനെ പോകുന്ന ഒരു മൂവിയാണല്ലേ? നേച്ചറായിട്ട് ഭയങ്കര കണക്ട്. ഡയലോഗ്സിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ, പ്രകൃതി, ആനിമൽസ്, അങ്ങനത്തെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ എന്താ പറയാ ജോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ട്രാവലിൽ വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ, എന്തുകൊണ്ടാണ് ആ ഒരു സോ കോൾഡ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അറിയണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ മെസ്സേജ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഫിലിം? ഞാൻ അതാ നേരത്തെ പറഞ്ഞ വുമൺ എംപവർമെന്റ്, അതുപോലെ ഡ്രഗ്സ് യൂസേജ്. അതല്ലാതെ ഒരു മെയിൻ മെസ്സേജ് ഉണ്ട്, പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല. അല്ല, അതുകൊണ്ടാണ് ഇപ്പം പറയുമ്പോ എനിക്ക് പേടിയത്തില്ല. അല്ല, ഒരു കാര്യം പറയാം. ബേസിക്കലി നമുക്ക് ഒരു കാര്യത്തില് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് നന്മ തിരിച്ചു കിട്ടുന്നു, നമ്മൾ തിന്മ ചെയ്യുമ്പോൾ തിന്മ തിരിച്ചു കിട്ടും എന്ന് പറയുന്ന ഒരു കർമ്മ
എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിന്റെ ഒരു ബേസ് ഇതിലുണ്ട്. അതിൽ സസ്പെൻസ് ഒന്നും ഒളിക്കുന്നില്ല, സസ്പെൻസ് ഒന്നും പറയുന്നില്ല, പക്ഷെ ആ ഒരു ബേസ് ഇതിലുണ്ട്. അതെ അതെ, ശ്രീധരൻ ഇങ്ങനെ നോക്കുക, ഇവൻ ഇത് പറയോ ദൈവമേ എല്ലാം. അല്ലല്ല, ഞാൻ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അത് ആദ്യമേ പറഞ്ഞ, അതായത് ഇതിലത്തെ നായിക കഥാപാത്രമായ ജോയിനെ പോലെ ഒരിക്കലും ഒരു മനുഷ്യനും ആവരുത്. അത് വളരെ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയുന്നതാണ്. അതേപോലത്തെ ഒരു കാമുകൻ ഒരു കാമുകിക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കാമുകി മുമ്പോട്ട് പോകരുത്. അയ്യോ, അതും പറയരുത്. അത് പറയാം, അങ്ങനെ പറയാം, അതിൽ തെറ്റൊന്നുമില്ല. അല്ല, എന്താണ് അത്, എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് അറിയണമെങ്കിൽ ടെയിലെൻഡ് വരെ സിനിമ. അല്ല, എനിക്ക് ട്രെയിലർ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, അതായത് ഒരു ലവ് ആഫ്റ്റർ വരുന്ന ഒരു സംഭവം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരിക്കലും അത് മാത്രമല്ല, ഐ മീൻ അതൊരു എലമെന്റ് ആണ്, പക്ഷെ അത് വേറെ ഒത്തിരി എന്താണ് എലമെന്റ്സ് അതിനകത്തുണ്ട് സിനിമയിൽ. ഐ മീൻ ലവ് എന്ന് പറഞ്ഞ ഒരു ഭാഗം മാത്രം, പക്ഷെ മോർ ദാൻ ദാറ്റ് so many things are there. അതെ അതെ അതെ. ഇപ്പൊ ശ്രീജിത്തേട്ടന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്തേട്ടൻ വരുന്നപ്പോ ഞാൻ ആദ്യം അറിയിച്ചത് നെഞ്ചോട് ചേർത്ത് പാട്ടുണ്ടല്ലോ, അതാണ് എനിക്ക് ഫസ്റ്റ് വന്നത്. കാരണം എനിക്ക് ആ പാട്ട് എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ആ പാട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്, സ്കൂളിലോ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ. അതെന്താ വെച്ചാല് നമ്മള് സ്കൂളിൽ ഒരു പരിധി അല്ലല്ല സ്കൂളിൽ ഒരു പരിധി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പഠിക്കരുത്, പാസ്സായി പോകണം. ഇപ്പൊ എത്ര വർഷം പഠിച്ചു സ്കൂളില്? ഇല്ല, ഞാൻ ആ സമയത്ത് തന്നെ, അതായത് എനിക്ക് തോന്നുന്നു +1 +2 ആ ഒരു ടൈമാന്ന് തോന്നുന്നു. എന്റെ അപ്പൊ അങ്ങനെ തോന്നുക. അപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടറിൽ നിന്ന് പെട്ടെന്ന് ഫിലിം ഡയറക്ടറിലേക്ക് വരുമ്പോൾ ആ ഒരു ചേഞ്ച് പെട്ടെന്നല്ല, ഞാൻ ഒന്ന് ഇടപെടാണ്, പെട്ടെന്നല്ല. ബിക്കോസ് ശ്രീജിത്ത് ഒരു ഡയറക്ടോറിയൽ ടാലന്റ് ശ്രീജിത്തിന് വളരെ മുമ്പ് തൊട്ടുണ്ട്. ലൈക്ക് ഒരു പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഒരു സിനിമ ചെയ്യാമെന്ന ഒരു ചെയ്യാം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വെച്ച് തുടങ്ങിയ സിനിമയല്ല. ശ്രീജിത്ത് ഓൾറെഡി ഇതിനു മുമ്പ് മ്യൂസിക് വീഡിയോസ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ശ്രീജിത്തിന്റെ ചർച്ചകളിലൊക്കെ തന്നെ ഒരുപാട് സിനിമകളുടെ കോൺസെപ്റ്റും എന്താ പറയുക സിനിമ ചർച്ചകൾ എപ്പോഴും സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. ഇൻഫാക്ട് ഇതിനു മുമ്പ് വേറെ 1-2 സിനിമ ലൈക്ക് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഈ ഒരു ത്രെഡും ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ അങ്ങനെയാണ് ഇതിലേക്ക് ലാൻഡ് ചെയ്തത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഈ പേര് കേൾക്കുമ്പോ മ്യൂസിക് അതാണല്ലോ നമുക്ക് പെട്ടെന്ന് വരുക. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും മ്യൂസിക് മാറി ഫിലിം ഓൾറെഡി? അല്ല, ഈ മ്യൂസിക് ആക്ച്വലി ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ സോൾ അത് തന്നെയാണ്. പക്ഷേ ഭയങ്കര പാഷനാണ് എനിക്ക് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ആണെങ്കിലും വേറെ സ്ക്രിപ്റ്റുകളൊക്കെ കേൾക്കുമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ധൈര്യം കിട്ടിയിട്ടില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലേ അതിനകത്തേക്കല്ലേ വരുന്നേ. അപ്പോ അതെ, അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മൈൻഡിൽ ഇതേപോലെ ഈ കോൺസെപ്റ്റ് എനിക്ക് തോന്നി, ഞാൻ അത് എഴുതാൻ തുടങ്ങി. എന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ ഇതിന്റെ വാട്ട് ഈസ് ദ സ്ക്രീൻ പ്ലേ ഭയങ്കര ആയിട്ട് എനിക്കറിയാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിന്റെ ഫ്രെയിമിങ് വരെ എന്റെ മൈൻഡിലുണ്ട്. അപ്പോൾ പിന്നെ വേറെ ആരും കൺവിൻസ് ചെയ്യണ്ട, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഡയറക്റ്റ് ചെയ്യാം, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യാം. സോ അതിൻ്റെ ഒരു ഫ്രീഡം ഭയങ്കരമാണ്. പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതേപോലെ കൂടെ നിൽക്കുന്ന കുറച്ച് നല്ല ആർട്ടിസ്റ്റ് വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് ആക്ച്വലി ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 മണിക്ക് എണീറ്റ് നമ്മളൊരു സ്ഥലത്തോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് 2.5 കിലോമീറ്റർ നടന്ന് കാടിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മിക്ക ദിവസത്തെ ഷൂട്ടിംഗ് പ്രോസസ്സ് ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് വേണം. അതിപ്പോൾ ഞങ്ങൾ ചെന്നൈ ഫ്രണ്ട്സാണ്. അപ്പോൾ എന്നെ നന്നായിട്ട് അറിയാം, എന്നെ ഭയങ്കര വിശ്വാസമുണ്ട് ഞാൻ മര്യാദക്ക് ഇത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ എന്നിൽ അത്രയും കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ വെച്ചിട്ട് മാത്രമേ ഈ ഒരു പ്രോജക്റ്റ് വർക്കാവുള്ളൂ. കാരണം ഒത്തിരി സ്ട്രഗിൾ ഉണ്ട് ആക്ടേഴ്സിന്. കാരണം ഈ ഇതേപോലെ തന്നെ ഈ രാവിലെ എണീറ്റ് ഇത്രയും ദൂരം പോവുക എന്നുള്ളതും, പിന്നെ നടന്നു പോവുക, പിന്നെ കാടാണ്, വൈൽഡ് അനിമൽസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ടൈമില്ല. പിന്നെ ഒരു ടൈമില്ല ഞങ്ങൾക്ക് എക്സാക്ട്ലി ഇന്ന സമയം പോലെ ഇന്ന ടൈം വരെ ഷൂട്ട് എന്നുള്ള ഒരു ടൈമില്ല. അതേപോലെ പിന്നെ ഞങ്ങൾ ഇതേപോലെ ഒരു മലയിൽ ഇപ്പോൾ ജയ്സേട്ടൻ്റെ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി ഒരു മലയിൽ പോകുന്ന സമയത്തൊക്കെ അവിടെ ഭയങ്കര ഫോഗും ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്റ്റക്കായി ആക്ച്വലി. അപ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയതാണ്, മേ ബി ഞങ്ങൾ അവിടെ സ്റ്റക്കാവാം എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ കൂടെ നിൽക്കുന്ന അതേപോലത്തെ ഒരു ആർട്ടിസ്റ്റും കൂടി വന്നപ്പോഴത്തേക്കും എനിക്കൊരു ധൈര്യമായി പടം ചെയ്യാം. പിന്നെ അതേപോലെ നല്ലൊരു പ്രൊഡ്യൂസറിനെയും കൂടി കിട്ടി. അങ്ങനെ ഗായത്രി ആക്ച്വലി ഞാൻ നേരത്തെ ചെയ്ത ഒരു പ്രോജക്റ്റിൽ, ഞാൻ മ്യൂസിക് ചെയ്ത ഒരു പ്രോജക്റ്റിൽ, ആ പ്രോജക്റ്റിൽ ഹീറോയിൻ ആയിരുന്നു ഗായത്രി. വേറെ ഡയറക്ടറായിരുന്നു. അപ്പോൾ ഗായത്രി ആയിരുന്നു അതിനകത്ത് ഹീറോയിൻ. അപ്പോൾ ഈ പടത്തിലെ ക്യാരക്ടറിന് ആക്ച്വലി ഇവളുടെ ഫേസ് ആയിട്ട് കുറേ റിസംബ്ലൻസ് ഉണ്ട്. മനസ്സിലായില്ല? ഇപ്പം പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഇവളൊരു ഹോസ്പിറ്റൽ ഒരു നേഴ്സായിട്ടാണ്
അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഭയങ്കര നോർമലായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൾ ഈ പ്രദേശത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു നേഴ്സാണെന്നുള്ളതിൻ്റെ ഒരു ഫീല് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കിട്ടും. സോ അങ്ങനെയാണ് ഇതിനകത്ത് പല കാര്യങ്ങളും അതേപോലെയാണ്. ഇപ്പോൾ ജയ്സേട്ടനാണെങ്കിൽ പോലും ജയ്സേട്ടൻ ആ ക്യാരക്ടറിലേക്ക് തിരഞ്ഞെടുത്തതും അതേപോലെ തന്നെയാണ്. ജയ്സേട്ടൻ ആക്ച്വലി ക്യാരക്ടർ റോളിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഫിക്സ് ചെയ്തത് ലാൽ സാറിനെ ആയിരുന്നു. പക്ഷെ ഇതേപോലെ തന്നെ ഒത്തിരി സ്ട്രഗിൾസ് ഉള്ള ഒരു ഫിലിമാണിത്, മനസ്സിലായില്ലേ? ഒരു ദിവസം ജയ്സേട്ടൻ ഇതേപോലെ സ്റ്റുഡിയോയിലേക്ക് കയറി വന്ന സമയത്ത് ജയ്സേട്ടന് ഭയങ്കര താടി, ഭയങ്കര മസ്കുലറായിട്ടാണ് പുള്ളി കയറി വന്നത്. എന്നോട് സംസാരിച്ച രീതിയും അതേപോലെ. അപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ക്യാരക്ടർ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നി. അങ്ങനെയാണ് പുള്ളീനെ കാസ്റ്റ് ചെയ്യുന്നത്. അതെ അതെ. ആ സമയത്ത് പുള്ളി ഒരു തമിഴ് ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു മേക്ക് ഓവർ ചെയ്തായിരുന്നല്ലോ, തലേനഗരം എന്ന് പറഞ്ഞൊരു ഫിലിമിന് വേണ്ടിയിട്ട്. പക്ഷെ അത് നമുക്ക് ഗുണം ചെയ്തു. ഇപ്പൊ പറഞ്ഞു കാട്ടിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ആ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് കാട്ടിൽ ഷൂട്ട് ചെയ്യാൻ അട്ടയില്ലേ, അട്ട ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ആദ്യം ഒക്കെ കയറുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. പിന്നെ അത് കയറിയില്ലെങ്കിൽ പ്രശ്നം എന്നുള്ള രീതിയിലായിരുന്നു. 2 ദിവസം അട്ട മറ്റേ രക്തം കുടിച്ചുള്ളൂ. കാരണം 3-ാമത്തെ ദിവസം തൊട്ട് ബോർഡിച്ചു ഒറ്റയ്ക്ക് തന്നെ. അട്ടയെ ഒരു കഥാപാത്രമാണ് ആക്ച്വലി ഇതില്, ഒരു സീനിൽ ഒരു മുഖ്യ കഥാപാത്രമായി വരുന്നുണ്ട്. അല്ല വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? വല്ല മൃഗങ്ങൾ? അല്ല ഉണ്ടായിരുന്നു. ആന ഓടിച്ചിട്ടായിരുന്നു ഇതിന്റെ ഇടയില്. ഞങ്ങള് ഓടി, ക്യാമറമാനും പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ഓടി അടുത്ത വീട്ടിലൊക്കെ കയറി. ഞാനും മറ്റേ അസോസിയേറ്റ് ഡയറക്ടറും കൂടെ ഓടിയിട്ട് ഞങ്ങൾ സ്റ്റക്കായിട്ടൊരു വള്ളിയുടെ ഇടയിൽ പെട്ട്. പക്ഷെ ഭയത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ആക്ച്വലി ഇൻഫാക്ട് ഞങ്ങള് മറ്റേ താമസിക്കുന്ന ഓടിക്കോന്നുള്ളൊരു ഒച്ച മാത്രം. പിന്നെ താമസിക്കുന്ന ഒരു ലൈക് 2-3 വീടുകളൊക്കെ ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ താമസിക്കുന്നുണ്ടായിരുന്നത്. അതിന്റെ തന്നെ ഫെൻസിങ്ങില് ഇങ്ങനെ ആന വരാതിരിക്കാനുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5 ദിവസം, അത്രയും ദിവസങ്ങളെങ്കിലും മിനിമം അവിടുത്തെ ആൾക്കാർ വിളിച്ച് പറയാറുണ്ട് ലൈക് വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, ആന വരുന്നുണ്ട്. ആന വന്നായിരുന്നു അതിന്റെ ഇടയില്. ഭയങ്കര മഴയും കാറ്റുള്ള ഒരു ദിവസം. അല്ല അതൊക്കെ അത് ആക്ച്വലി നമ്മൾ പടം ചെയ്യുന്നതിന്റെ ഒരു മൂഡിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഈ സിക്കാട് ഒത്തിരി ലൈഫിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒത്തിരി പേടിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ധൈര്യമൊക്കെ തന്ന് അല്ലേ. ഇപ്പൊ പറയുമ്പോ അങ്ങനെയാണ്. അപ്പൊ അല്ല എന്നാലും ഭയങ്കരമായിട്ട് ലൈഫിനെ ചേഞ്ച് ചെയ്തൊരു സംഭവമാണ് ഇതിന്റെ ഷൂട്ട്. ഇപ്പൊ എനിക്കൊരു ആന വന്നാലും പ്രശ്നമൊന്നുമില്ല. ഓടാൻ നന്നായിട്ട് അറിയാം. ഈ പറഞ്ഞ പോലെ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഫിലിമാണല്ലേ? അതായത് എനിക്ക് തോന്നുന്നു, അതായത് 4 ഭാഷയിലും ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സ് ആണ് വരുന്നത്. അതെന്താ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സ്? അത് ഇപ്പോ സീരിയസ്ലി ആദ്യം നമ്മള് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇത് മലയാളമായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഈ എലമെന്റ് ആക്ച്വലി തമിഴിലും നല്ലതാണ്, തെലുങ്കിലും നല്ലതാണ്, കന്നഡയ്ക്കും നല്ലതാണ്. കാരണം ഒരേപോലെ പോകും. കാരണം അവർ കൾച്ചറൽ ഡിഫറൻസ് വരത്തില്ല വിഷ്വലി. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു സൗണ്ട്, മ്യൂസിക്, കൾച്ചറൽ ഡിഫറൻസ് ഡെഫിനറ്റ്ലി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ തമിഴ് ഓഡിയൻസ് പടം കാണുവാണെങ്കിൽ അവരൊരു തമിഴ് പടം കാണുന്ന പോലെ തന്നെ വേണം. കാരണം ഞങ്ങൾ സൈമൾട്ടേനിയസ് ആണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക് ഓൾസോ അവരിത് കേൾക്കുമ്പോൾ അവരുടെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് കണക്റ്റഡ് ആവണം. അതുകൊണ്ടാണ് ഒരു തീരുമാനം എടുത്തത്. ഓക്കെ, നമുക്ക് എല്ലാ ലാംഗ്വേജിലും ഡിഫറെൻ്റ് ആയിട്ട് അവർക്ക് എന്താണ് വേണ്ടത് ആ സാധനം മ്യൂസിക്കലി നമുക്ക് കൊടുക്കാം. പിന്നെ മെയിൻ തിങ് മ്യൂസിക് ആണല്ലോ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ മറ്റേ ശ്രീജിത്തിന്റെ ലൈക് മ്യൂസിക്കും അതിനേക്കാൾ ഉപരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കാരണം ഈ സിനിമയിലെ എന്താ പറയാ, ഇപ്പൊ ഞാൻ നേരത്തെ ഈ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ പ്രകൃതി അല്ലെങ്കിൽ ആനിമൽസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സൗണ്ട് ഡിസൈനിങ്ങും സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. തേർഡ് ആണ് പിന്നെ ആക്ടിങ് ആണെങ്കിലും ഡയലോഗ്സ് ഒക്കെ ഫോർത്തിലേക്കൊക്കെ വരും. കാരണം ഡയലോഗ്സിന്റെ മൊത്തം പോർഷൻസ് ബേസിക്കലി കുറവാണ്. അപ്പൊ നാച്ചുറലി ഒരു എന്താ പറയാ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ പോലും ആസ് എ ഡയറക്ടർ ആ സിനിമ എടുത്ത് വരുമ്പോൾ ആ മ്യൂസിക് ഡയറക്ടർക്ക് നല്ല പണിയാണ്. കാരണം ഒരു ഹോൾ സിനിമേനെ താങ്ങി നിർത്തേണ്ടത് മ്യൂസിക് ഡയറക്ഷനിലും സൗണ്ട് ഡിസൈനിങ്ങിലുമാണ്. അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തു. ഇനി ഞാൻ തിരിച്ചു തള്ളാം. ഓക്കെ, എനിക്ക് 500 രൂപ തന്നതിനൊക്കെ പറ്റുള്ളൂ. ബാക്കി കേക്ക്. അപ്പോ പടത്ത് 2 മണിക്കൂർ പടം. ഓക്കെ, ഒരു 35 മിനിറ്റ്സ് ആണ് നമ്മുടെ ഡയലോഗ്സ്. ബാക്കിയൊക്കെ ഭാവാഭിനയ, ഫുൾ ഭാവാഭിനയം. ഈ ഭാവാഭിനയം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഞാൻ പിന്നെ മാനേജ് ചെയ്തു. ഗായത്രി ഞാൻ നോക്കുമ്പോ 100ാമത്തെ എക്സ്പ്രഷൻ കിട്ടി എവിടെ നിന്നൊക്കെ എന്തൊക്കെ കൈ പോയി കംപ്ലീറ്റ്. ഗായത്രിയുടെ ഡയലോഗ് ഉണ്ടല്ലോ ട്രെയിലറിലെ ഡയലോഗ്, ഞാൻ മറന്നുപോയി. ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നത് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്താ പറയുന്നില്ലേ? സ്റ്റോപ്പ് ഇറ്റ് അങ്ങനെ എന്തോ ഒരു സംഭവം പറയുന്നുണ്ട്. ഭയങ്കര ഒന്ന് പറയോ ആ ഡയലോഗ്? ഗായത്രിയുടെ അഭിനയം കണ്ട അവസാനം ശ്രീത പറഞ്ഞത് ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ്. അത്
അതിപ്പോ പറയാൻ പറ്റുമോ? ഇപ്പൊ പറയാൻ പറ്റുമോ ചില ഡയലോഗ് ഓർമ്മയില്ല, അതാണ് ഒരു കാര്യം. ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ് അതോ ലെറ്റ്സ് ബ്രേക്കപ്പ് അങ്ങനെ ലെറ്റ്സ് ബ്രേക്കപ്പ് അങ്ങനെയുള്ളൊരു കണ്ടന്റ് ആണ് അതിൽ വരുന്നത്. പക്ഷെ എനിക്ക് correct exact dialogue എനിക്ക് ഇനഫ് ജോ വി ആർ ഡൺ. ഞാൻ കുറച്ചു പോരട്ടെ. പക്ഷെ എന്റെ ജോ ജോ അടുത്തിരിക്കുന്നു, പറഞ്ഞോളൂ. അതൊരു ലുക്ക് കൊടുത്താൽ മതിയല്ലോ. പിന്നെന്താ? അതെ, ഓ ഇവിടെ ഇനിയിപ്പോ മറ്റേ മെത്തേഡ് ആക്ടിങ് അപ്പുറത്ത് ഞാൻ നിക്കണം. അതെ, അതങ്ങനെയല്ലേ വരുന്നു. വരട്ടെ, ദേഷ്യം വരട്ടെ. ആ കുട്ടി നോക്കൂ, കറക്റ്റ് ആയിട്ട് വരും. അല്ലേ ഇനഫ് ജോ ലെറ്റ്സ് ബ്രേക്കപ്പ്. ഞാൻ നോക്കുന്നറിയോ, അടിപൊളി. ഞാൻ നോക്കുന്നത്. പക്ഷെ കറക്റ്റ് അതില് പറയുന്നത് പോലെ ഫുൾ പ്രിപ്പയർഡ് അല്ല ആണ്. വേറെ കാര്യമുണ്ട്, ഇയാള് പെട്ടെന്ന് ഇപ്പോ ഫ്രെയിമിന്റെ ബാക്കിൽ ഞങ്ങള് ഭയങ്കരമായിട്ട് ചിരിച്ചിരിക്കുവാണെങ്കിൽ പോലും when it comes to the shot ഇയാള് പെട്ടെന്ന് പറയുമ്പോ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഗായത്രിയുടെ ഫേസിൽ ഗായത്രിക്ക് ഞാൻ പറയട്ടെ, ഗായത്രിക്ക് ഈ ദേഷ്യം പിന്നെ കരച്ചില് സെന്റിമെന്റ്സ് ഒക്കെ പെട്ടെന്ന് വരും. വരാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കോമഡി. ആ അതെ അതെ അതെ, ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. കോമഡി പോലും പിന്നെയും എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഒരുവിധം ചളിയൊക്കെ പറഞ്ഞു അത് വരുത്തുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. എത്ര കഷ്ടപ്പെടുന്നു വേണ്ട, വേറെ സംസാരിച്ച പോലെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്റിമേറ്റ് സീനൊക്കെ ചെയ്യുമ്പോ ഭയങ്കര മുഖത്ത് ഇങ്ങനെ എക്സ്പ്രഷൻ, അത്രമാത്രം ഇന്റിമേറ്റ് സീനൊന്നും അല്ല ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ മുഖത്ത് എക്സ്പ്രഷൻ ഒക്കെ അത് ക്യാരക്ടേഴ്സ് അല്ലേ, ഒബിയസ്ലി. പക്ഷെ അല്ല അതല്ലെങ്കിൽ ഇപ്പൊ മറ്റേ എന്താ ഇന്റിമേറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോ ആ കുട്ടിയുടെ മുഖത്ത് എക്സ്പ്രഷൻ അല്ല ഞാനിങ്ങനെ കുറെ ഡയറക്ടർ അപ്പുറത്തുനിന്ന് കണ്ടുപിടിക്കില്ലേ. ഫണ്ടാണെങ്കിലും ഇപ്പൊ ദേഷ്യം വരുവാണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു റൊമാൻറ്റിക് സീൻ ചെയ്യുമ്പോ പെട്ടെന്ന് മുഖത്ത് ഭാവങ്ങൾ ബേസിക്കലി എല്ലാം ടഫാണ്, എവറിത്തിങ്. നമ്മുടെ ആസ് എൻ ആക്ടർ നമ്മുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു കൺവിൻസ് ദി ഡയറക്ടറാണ്. കാരണം ഡയറക്ടറാണ് ഓഡിയൻസിന്റെ കൺവിൻസ് ചെയ്യേണ്ടത്. ലൈക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഡയറക്ടറാണ്. സോ നമ്മുടെ എല്ലാവരുടെയും ഏത് സിനിമയിൽ അഭിനയിക്കുമ്പോഴും അതാ ഡയറക്ടർ ഹാപ്പി ആയാൽ വി ആർ ഹാപ്പി. അല്ല ഇവിടെ ഹാപ്പി ആയിരുന്നു ഓക്കെ പറയുന്നത് ഹാപ്പി ആവുമ്പോൾ മാത്രമേ ഉള്ളൂ. ഞാനതേക്ക് വരുന്നത് ആക്ച്വലി ഗായത്രിയുടെ ക്ലൈമാക്സ് സീനൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ റൊമാൻസിലേക്ക് മനസ്സിലായില്ല. അപ്പൊ ഏകദേശം ആ ക്യാരക്ടറായിട്ട് ആള് ഒന്ന് ഓക്കെ ആയിരുന്നു, സെറ്റായ ആള്. അപ്പോ ഓക്കെ ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇത്, അപ്പൊ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് ചെയ്യാനായിട്ട്. അങ്ങോട്ടേക്ക് വന്നപ്പോ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങളൊരു സോങ് എടുത്തതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ ഒരു സീനിലേക്ക് വന്നത്. പിന്നെ ഇതങ്ങനെ ഭയങ്കര വലിയ സീനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡബിംഗ് ഒക്കെ എങ്ങനെയാണ്? 4 ലാംഗ്വേജ് മലയാളം ആൻഡ് തമിഴ്. രജത്തിന്റെ ഭാഗം രജത്ത് തന്നെ ചെയ്തു. മലയാളം തമിഴും ഗായത്രി തന്നെ ചെയ്തു. കാരണം ഗായത്രി നേരത്തെ തമിഴ് ഫിലിം ചെയ്തിട്ടുണ്ട്. തമിഴ് കംഫർട്ടബിൾ ആണ്, ആളുടെ സ്ലാങ് ഒക്കെ ഓക്കെയാണ്. അല്ല എനിക്ക് മലയാളം പോലെ തന്നെ തമിഴും കംഫർട്ടബിൾ ആണ്. എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഒരുപാട് എന്താ പറയാ കട്ടിത്തമിഴ് എനിക്കറിയില്ല. നോർമലി തമിഴ് സംസാരിക്കുന്നത് എനിക്കറിയാം. ലൈക്ക് ചെന്നൈ തമിഴ് ഓക്കെയാണ്. പിന്നെ ജയ്സേട്ടന്റെ ഡയലോഗ്സ് എല്ലാം വേറെ ആൾക്കാരാണ് ഡബ് ചെയ്തത്. അത് തന്നെ. മലയാളം എനിക്ക് ഒരു കാര്യം ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മലയാളം നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് മലയാളം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡബിങ്ങാ അല്ലേ. അപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെയുള്ള ഭയങ്കര റിയലിസ്റ്റിക് ഡബിങ്ങാ. തമിഴ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഡ്രാമ വന്ന്. പിന്നെ തെലുഗു വന്നപ്പോഴത്തേക്കും ഭയങ്കര ലൗഡായി. അത് ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറയുന്ന സീൻ വരെ കുറച്ച് ലൗഡാണ്. കന്നഡ ഇറ്റ്സ് മിഡിൽ ഓഫ് ദിസ് ഡ്രാമ ആൻഡ് ലൗഡ്നെസ്. അതെ അതെ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ 4 ലാംഗ്വേജിലെ ആൾക്കാർ, നമുക്ക് ആ 4 ഭാഷകളിലുള്ള ആൾക്കാരുടെ ലൈഫ് എന്താണെന്നുള്ളതിന്റെ ഒരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടും അല്ലേ. അതൊക്കെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഇതിലൊരു പാട്ട് പാടാൻ പറ്റുമോ നമ്മുടെ പടത്തില്? പക്ഷെ ഞാൻ ഫോണിന്റെ അടുത്ത് ലിറിക്സ് നോക്കും. അത് കുഴപ്പമില്ല, നോക്കാം. രണ്ടാളും പാടാം, രണ്ടാളെ കൊണ്ട് പാടിപ്പിക്കാം. ഏതോ താരം പോലെ ആകാശം മുട്ടേ ദൂരങ്ങൾ താണ്ടി ഞാൻ, മൗനം നെഞ്ചിലാകെ ഇരുളായി മെല്ലെ നീളുന്നതോർത്തു ഞാൻ. തുലാമൾ തൂവൽ തോടാതെ കിനാവിൽ തിരവേനൽ കാലം നെഞ്ചിലായി വിമുഖം ഓരോരാവും
ഏതോ മൃദുഭാവം. കൊള്ളാം, അടിപൊളി. അല്ല, എനിക്ക് ശ്രീജിത്തേട്ടന് ഓൾറെഡി അറിയാൻ പാടുന്നു, പക്ഷെ ഗായത്രി നന്നായി പാടിയല്ലോ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് അല്ലേ? പക്ഷെ ഫേസ് കാണുമ്പോൾ വിചാരിക്കും നമ്മളെ ഭയങ്കര ടഫ് ആയിട്ടുള്ള സൗണ്ട് ആണ്. പാട്ട് പാടിയപ്പോ അടിപൊളി, കൊള്ളാം. ഒരു പാട്ട് പാടാൻ ചാൻസ് കൊടുക്കായിരുന്നു. പിന്നെ അടുത്ത പടത്തിൽ അടുത്തേല് ചെയ്യാന്നല്ലേ? ഇനി നമുക്കൊരു സെഗ്മെന്റ് പോലെ ചെയ്യാം. അതായത് ഞാൻ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾ അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, അത് ഇങ്ങനെ വായിച്ചിട്ട് പറയണം. സിമ്പിളാ, എല്ലാം സിമ്പിളാ. അതായത് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഭയങ്കര കാര്യമായിട്ട് ചിന്തിച്ചു പോകരുത്, എല്ലാം ഭയങ്കര ഫണ്ണായിട്ടുള്ള സംഭവം. ഓ മനസ്സിലായി. കുട്ടി ലെവലിലാണ്. ചിലപ്പോ ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ രജിതയോട് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഇതിലിരുന്നല്ലേ, അപ്പൊ ഞാൻ ചോദിക്കാം. ഓക്കെ, അതായത് അത് ആർക്കും പറയാം, അങ്ങനല്ലേ? എന്നാ അങ്ങനെ ചെയ്യാം. പറഞ്ഞ ആള് തെറ്റിച്ച് പറഞ്ഞ ഉടനെ എന്നാ ആരായാലും ഇതൊരു വായിച്ചാൽ മതി, തെറ്റിച്ച എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ. ഓക്കെ, അതായത് അവിവാഹിതരായ യുവതികൾ ഓർ യുവാക്കൾ ആരും ആവാട്ടോ, അവരെ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. കല്യാണം കഴിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവര് പാരന്റ്സിനോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ചിന്തിക്കൂ. MARRIAGE. അതെന്താ? മാരേജ് അല്ല, അതല്ല. ചിന്തിക്കൂ, ഫണ്ണായിട്ട് ചിന്തിക്കൂ. അതായത് ഇപ്പോ കല്യാണം കഴിയാത്ത ആൾക്കാരെ അവരവരുടെ പാരന്റ്സിനോട് ഓൾവേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ചിന്തിച്ചാ കിട്ടും. എത്ര അക്ഷരങ്ങളുണ്ട്? അത് പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവില്ല. പിന്നെ അതൊന്നുമില്ല. 5 അക്ഷരം. ഞാൻ ഉദ്ദേശിച്ചല്ല. അല്ല, ഗായത്രി ചിന്തിക്കൂ. ഞാനതാ ഗായത്രി കൈയൊക്കെ പിടിച്ച് എണ്ണി. ഞാനിങ്ങനെ എണ്ണിയൊക്കെ നോക്കുക. തോറ്റില്ല ചോദിക്കട്ടെ. ഞാൻ തോറ്റു. ഓക്കെ, ധൈര്യമായിട്ട് ഒരെണ്ണം. അല്ല, ഞാൻ ആൻസർ പറയണ്ടേ? പറഞ്ഞു. NAKTQ. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, എന്നെ കെട്ടിക്കൂ. സിക്കാടെ 2 എടുക്കണില്ലേ നമ്മള്? ഞാൻ അതാ എന്ത് എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ, എങ്ങനെയുണ്ട്? കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാന്നൊക്കെ. അപ്പൊ വേഗം ഐശ്വര്യമായിട്ട് എടുത്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണം, ഞാൻ എടുത്തോളാം. ഇതെല്ലാം ഇങ്ങനെയല്ല, നല്ലതായിരിക്കണേ. സിമ്പിൾ. ഓ, എന്താ ഇത്രയല്ലോ? ഇത് ഒറ്റ പ്രാവശ്യം പറയണം. അത് ആദ്യം വായിച്ചു നോക്കുക, പിന്നെ സ്പീഡിൽ പറയണം. 2 പ്രാവശ്യം പറയണേ സ്പീഡില്. അയ്യോ, ഇതിനകത്ത് തെറ്റുണ്ട്, അക്ഷരപക്ഷുണ്ട്. അതെന്താ? ഇത് മറ്റേ കളകളം ഇളകും ഈ അരുവിയിലൊരു അലകളിലൊരു പുളകം, അതല്ലേ? അത് വായിക്കണം എന്തിനാ? കളകളം ഇളകും ഈ അരുവിയിലൊരു അലകളിലൊരു പുളകം. സിമ്പിൾ മാൻ. ഒന്നൂടെ. ഒറ്റ പ്രാവശ്യം. കളകളം ഇളകും ഈ അരുവിയിലൊരു അലകളിലൊരു പുളകം. വേറെ എന്തെങ്കിലും ഇട്ടാ മതിയായിരുന്നു. ഞാൻ രക്ഷപ്പെട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇനി ഗായത്രിയോട് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതായത് ഇടിമിന്നലും KSEBയും നമുക്ക് വെളിച്ചം തരുന്നുണ്ട്. അതായത് KSEBയും തരുന്നുണ്ട്, ഇടിമിന്നലും തരുന്നുണ്ട്. രണ്ടും വെളിച്ചമാണല്ലോ തരുന്നത്. പക്ഷെ രണ്ടും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണത്? ഇടിമിന്നൽ മിന്നുമ്പോൾ നമുക്ക് വെളിച്ചം കിട്ടുന്നു, KSEB അതായത് ഇലക്ട്രിസിറ്റിയും നമുക്ക് വെളിച്ചം തരുന്നു. എന്താ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? പറയാം, ചിന്തിച്ച് പറയണ്ടോ? അല്ലെങ്കിൽ വെളിച്ചം തരുന്നു, ഇടിമിന്നലും വെളിച്ചം തരുന്നു. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, പറയൂ. KSEB സർക്കാരാണ്. താഴത്തേക്ക് വരൂ. ഇനി താഴത്തേക്ക് വരണം. KSEB ഇടിയില്ല, അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, നിങ്ങൾ ചിന്തിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഭയങ്കര കാര്യമായിട്ട് ചിന്തിക്കുന്നത്. പിന്നെ ഇതില് പറഞ്ഞ സർക്കാരാണ്, ഞാൻ പറഞ്ഞാണോ കാര്യമായിട്ട് ചിന്തിച്ച്? അല്ല, ശ്രീതട്ട് ഓൾറെഡി ഞാൻ സീരിയസ് സിനിമ ചെയ്താണ്, എനിക്ക് തോന്നുന്നു. രണ്ടും വെളിച്ചം തരും. ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും വെളിച്ചം തരും, പക്ഷെ ഒന്നിന് കാശ് കൊടുക്കണം. ആണോ? അതായത് ഇടിമിന്നല് വെറുതെ മിന്നി പോവും, KSEBക്ക് നമ്മൾ പൈസ കൊടുക്കണല്ലോ. അയ്യോ, എത്തി ഇനി കുഴപ്പമില്ല. അപ്പല്ല ഗായത്രി തെറ്റി പറഞ്ഞു, എടുക്കണം. മറന്നുട്ടോ. ഞാൻ പറഞ്ഞില്ല, ജയിച്ചാ. അയ്യോ, ഇത് ഭയങ്കര ഇത് ഭയങ്കര എളുപ്പമായി പോയി. സ്പീഡിൽ 2 പ്രാവശ്യം പറയണേ, ഒറ്റ പ്രാവശ്യം നോക്കിയാൽ മതി, പിന്നെ അത് അടച്ചു. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഈ സ്പീഡ് അല്ല,
ഭയങ്കര സ്പീഡ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ് അങ്ങനെ വരച്ച പറയട്ടെ പറ്റും. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഇടയ്ക്ക് പോസ് പാടില്ല കേട്ടോ. നിർത്തിന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. നിർത്തി പാടാതിരിക്കൂ. അത് ബ്ലാ 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 ആയി പോകും. അതാണ് ടങ് ട്വിസ്റ്റർ. നമുക്ക് ബ്ലാ ബ്ലാ ആയി പോവാണോ? റെഡ് നടക്കണില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. നന്നായി നന്നായി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഞാൻ ഓൾറെഡി ജയിച്ചിരിക്കാട്ടോ. ജയിച്ചെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ അല്ല, ഇവര് രണ്ടാളും ടങ് ട്വിസ്റ്റേഴ്സ് എടുത്തത്. ഇവര് തോറ്റല്ലോ. അല്ല ഞാൻ മറ്റേനകത്ത് ജയിച്ചു, ഇതിനകത്ത് അല്ല ജയിച്ചു. തോറ്റിട്ട് പറയുന്നത് ശരി. ഓക്കെ, അടുത്തത് ഭയങ്കര സിമ്പിളാ. നിങ്ങൾ ചിന്തിക്കണം. ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, വീണ്ടും ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ട്രയാങ്കിൾ എ. എന്താ ഈ സാധനം? മര്യാദക്ക് മാത്സ് ക്ലാസ്സിൽ പോയിട്ടില്ല. പിന്നെ ട്രയാങ്കിൾ എന്ന് കിട്ടോണ്ടാണോ? അതായത് ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, വീണ്ടും ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, വീണ്ടും ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ട്രയാങ്കിൾ എ. എന്താ ഈ സാധനം? എടാ നീ എഞ്ചിനീയറിംഗ് അറിഞ്ഞില്ലേ? ഞാൻ മാത്സ് 3 അരിയർ ഉണ്ടായിരുന്നു. നീ പറ. മാത്സ് 3 അരിയർ ആയിരുന്നേ. പറയട്ടെ. നീ ഏതായിരുന്നു? ഏത്? ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു. ആ പറ. എന്ത്? അല്ല ഞാനത് അവിടെ വരച്ചു നോക്കുക. ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ. ഇതെന്താ ഒരു ക്ലൂ തരും. ഒരു വാക്കാണോ? എന്താ സംഭവം? അത് പറഞ്ഞാ നിങ്ങക്ക് കിട്ടില്ല. ഇല്ല, ഒരു ക്ലൂ തന്നെ. ഇത് ഫണ്ണാണ്. ഇതിപ്പോ ഞാൻ ഫണ്ണാകുമ്പോ ഒരു ക്ലൂ തരാം. ക്ലൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും. അതുകൊണ്ട് ക്ലൂ തരാൻ പറ്റില്ല. ഒരു എന്തെങ്കിലും ഒരു ക്ലൂ ലൈക്ക് ഇത് ഏതൊരു സൈഡ് എന്തെങ്കിലും. എന്താ? അതാണ് ഒരു സാധനമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അതെ, ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. മൂന്നാണോ? അതെങ്ങനെയാ? അല്ലല്ലോ പറയുമ്പോ ഒന്നുകൂടി ചോദ്യം. അതായത് ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, വീണ്ടും ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ട്രയാങ്കിളെ. എനിക്ക് തെറ്റി പോകുന്നു പറഞ്ഞിട്ട്. ട്രയാങ്കിൾ എ. ആ, നിങ്ങൾക്ക് സിനിമയായിട്ടോ സെറ്റ് ആവുള്ളൂ. ഫൺ കുസൃതി ചോദ്യങ്ങളൊന്നും വരും. ഞാൻ ആൻസർ കൊണ്ട് വിജയിച്ചു കാണാം. ഒരെണ്ണം ജയിച്ച കാരണം തോറ്റോ? നമുക്ക് ഈ കുസൃതി ചോദ്യം അറിയില്ലല്ലോ. ആ, ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ ചോദിക്കും. ഇങ്ങനെ കിട്ടില്ലല്ലോ. കൊക്കക്കോള, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ട്രയാങ്കിളെ. കൊക്കക്കോള. അത് ട്രയാങ്കിൾ എങ്ങനെ ശരിയാവും? ലാ ലാ എവിടെ? ലാ എവിടെ? ലാ എവിടെ? എല്ലാം എവിടെ? ട്രയാങ്കിൾ എ. അല്ലല്ലേ പറ പറ. എടുക്ക് കമോൺ കമോൺ. പിന്നെ അല്ല, അല്ല കൊക്ക കോ മാത്രമേ ഉള്ളൂ. ലാ ഇല്ലല്ലേ? ഇല്ലില്ല. ചോദ്യം പെട്ടു. ഓ സമാധാനം. ഓ, ഇനി മാറ്റട്ടെ. ഇല്ല അതിനായിരിക്കും അല്ലേ? എന്താ ഞാൻ വേറെ എടുത്താ ഓക്കെ. ഇല്ല, എനിക്ക് സിമ്പിളാ. ഞാൻ പറയും. അന്തിക്ക് കുന്തിദേവി അങ്ങനെയാണോ പറയാൻ പോണേ? അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ജീസസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നോക്കി വായിച്ചോണ്ട. നമ്മള് നോക്കാണ്ട് വായിച്ചു കഴിഞ്ഞാല് കഥ വായിക്കണായിരുന്നു. പിന്നെ ഞങ്ങള് അതെങ്ങനെയുണ്ട്? ക്വസ്റ്റ്യൻസ് ഇത്ര മതിയോ? ഇനി വേണോ? ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് പോരെ? ഇനി നിങ്ങളെ ഞാൻ കഷ്ടപ്പെടുത്തുന്നില്ല. അടിപൊളിയായിരുന്നില്ലേ? അതാണ്. ഇനി ഇടയ്ക്ക് ഇങ്ങനെ കുസൃതി ചോദ്യങ്ങളൊക്കെ നോക്കണം. അതെ, അല്ല ഇങ്ങനത്തെ ആകുമ്പോഴല്ലേ കുറച്ച് ഫണ്ട് വരുള്ളൂ. ഞാൻ വേറെ സാധനം പ്ലാൻ കുട്ടിക്ക് നല്ലൊരു ഫണ്ണായില്ലേ ഇപ്പൊ? ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ. അത് നല്ല സാധനം എനിക്ക് കിട്ടിയത്. അതെ, ഞാൻ രക്ഷപ്പെട്ടതല്ലോ. അതെ. ഇപ്പോഴേ നമ്മള് ഇനി ബാക്ക് ടു ഫിലിമിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോ ശ്രീധേട്ടൻ ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഫിലിം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ തോന്നിയിട്ടു, അതായത് സ്റ്റാർ വാല്യൂ ഉള്ള ഫിലിമിനാണ് ഓഡിയൻസ് കൂടുതലുള്ളതെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ആക്ച്വലി സ്പീക്കിംഗ് അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അല്ല, ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു ആക്ടറിനെ സമീപിച്ചിട്ടുണ്ട് നമ്മുടെ പടമായിട്ട് ബന്ധപ്പെട്ടിട്ട്. 1 അല്ല 3 4 പേരെ ഞാൻ അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ അവരുടെ തിരക്കുകൾ മാത്രം എന്നുള്ളതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ നമ്മളൊരു ഡേറ്റ് എടുത്തു, ആ ഡേറ്റിനകത്തേക്ക് നമ്മൾ പടം പ്ലാൻ ചെയ്യുന്നു. പിന്നെ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഡേറ്റിലേക്ക് ഇങ്ങനെ മാറി മാറി പല പല കാരണങ്ങളാൽ പോയിക്കൊണ്ടിരിക്കും ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അത് എന്താ പറയുക, ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്കത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം. കാരണം
വാട്ട് ഈസ് ദാറ്റ്, നമ്മളൊരു കോൺസെപ്റ്റ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം, ആദ്യം യെസ് പറഞ്ഞിട്ട് പെട്ടെന്ന് നോ പറയുന്ന ഒരു പ്രവണത അത്ര ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ആദ്യം ഇത് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ ഈ പടത്തിന് മുമ്പ് ഞാനൊരു പടം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു, ആ സമയത്തുണ്ടായ ഒരു അനുഭവമാണത്. അപ്പോൾ അത് ആക്ച്വലി ഭയങ്കര വൈഡായിട്ടുള്ള എന്താ പറയുക, അത് കാശ്മീരിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന ഒരു വലിയൊരു സബ്ജക്റ്റായിരുന്നു. അത്യാവശ്യം വലിയ ബഡ്ജറ്റുള്ള ഒരു പ്രോജക്റ്റായിരുന്നു അത്. അതിനകത്തേക്ക് വേണ്ടിയിട്ട് ഇനീഷ്യലി കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ നടത്തിയ ഒരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അതിനകത്ത് ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടേഴ്സ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഒരു കാര്യം, ഇപ്പോൾ രജത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ കോൺസെപ്റ്റ്, ഈ നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജത്ത് എന്താണെന്നുള്ളത് എനിക്കറിയാം, കാരണം ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ്. അവൻ്റെ മൈൻഡിൽ കംപ്ലീറ്റ്ലി ഡയറക്ഷനും അങ്ങനെയുള്ള ഒരു തോട്ടായിട്ടാണ് രജത്തിൻ്റെ മൈൻഡ് അതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വന്ന പല റോൾസൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അവന് ഒത്തിരി ഓഫേഴ്സ് വരുമായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ വരെ ചോദിച്ചിട്ടുണ്ട് എന്താ നീ പടം ചെയ്യാത്ത എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളിയാ, എനിക്ക് ഇതേപോലെ കുറേ മൈൻഡിൽ കുറേ പരിപാടിയുണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്കറിയാം ഇവൻ നന്നായിട്ട് ഈ ക്യാരക്ടർ ഇവന് ചെയ്യാൻ പറ്റും. കാരണം അവൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഫിസിക്കിനും അവൻ്റെ ഫേസിനും പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിലെ ജോ എന്ന് പറയുന്നത്. കാരണം നെഗറ്റീവ്നെസ് നന്നായിട്ട് ഇവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇവൻ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ ക്യാരക്ടർ ഇവൻ നന്നായിട്ട് ചെയ്ത് വരണം എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതൊരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഈ ഒരു പടം ദൈവം സഹായിച്ച് നല്ല രീതിയിൽ വരുവാണെങ്കിൽ, എനിക്കിനി അടുത്തൊരു സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് എന്താ പറയുക, നമുക്ക് ഇനിയും പുതിയ ഇപ്പം ഒരു തിരക്കഥാകൃത്ത് ഒരു തിരക്കഥ എഴുതുവാണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ സപ്പോർട്ടും കൂടെ വേണം. എനിക്ക് നാളെയും ധൈര്യമായിട്ടൊരു തിരക്കഥ എഴുതാൻ പറ്റും. മേ ബി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി എന്താ പറയുക, ഒത്തിരി ആക്ടേഴ്സ് ഓക്കെ ആയിട്ടൊക്കെ വരുമായിരിക്കാം. പക്ഷേ എന്നാൽ പോലും എൻ്റെ ഒരു കംഫർട്ട് സോണിലും, ഐ മീൻ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്നും മാറരുത് എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. അത് ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയാണ്. കാരണം ഒരു പ്രൊഡ്യൂസറാണ് ഇതിന് കാശ് മുടക്കണം. കാരണം മണി വാല്യൂ അല്ലേ? അപ്പോൾ ആ കാശാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടെ. ആ കാശിന് നമ്മൾ എഴുതുന്ന തിരക്കഥ സ്ട്രോങ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ഒരു കാരണവശാലും സ്റ്റാർഡം ഒരു പ്രശ്നമാകത്തില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, എനിക്ക് ഉറപ്പാണ് ഈ സിനിമയിൽ ഇപ്പോൾ രജത്തിന് മൈൻഡിൽ ഒത്തിരി കാര്യങ്ങൾ ഇത് ചെയ്യേണ്ട അവൻ ഇതിനു മുമ്പ് ചെയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടാണ് അവൻ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഈവൻ ജയ്സേട്ടനാണെങ്കിലും, ജയ്സേട്ടൻ ഒത്തിരി സപ്പോർട്ടിങ് റോളായിട്ടും ഇടി കൊള്ളുന്ന റോളായിട്ടും കുറേ വില്ലൻ വേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജയ്സേട്ടനും രജത്തിനെ പോലെ തന്നെ മെയിനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ ഓൾ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ എനിക്ക് ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. സ്റ്റാർഡം എന്നുള്ളത് ഏറ്റവും ഐ മീൻ ഇതിൻ്റെ ബിസിനസ് സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റാണ്. അതിനകത്ത് സ്ക്രിപ്റ്റിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഫൈനലി തിയേറ്ററിലേക്ക് വന്ന് കുറച്ച് ആൾക്കാർ കാണുമ്പോൾ ഒരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്. ഒരാൾ നല്ല എന്ന് പറഞ്ഞ് അടുത്ത ആൾ അത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും അവർക്കും ആ പടം കാണണം എന്നുള്ള ഒരു ഫീൽ വരും. അതേപോലെ തന്നെ ഗായത്രിയുടെ കാര്യം, ഇപ്പോൾ ഗായത്രി കുറേ പടങ്ങൾ അഭിനയിച്ച് എക്സ്പ്ലോർ ചെയ്ത ഒരാൾ വന്ന ക്യാരക്ടർ ചെയ്തിട്ട് കാര്യമില്ല. ഈ ക്യാരക്ടർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ധാരണ ആർക്കും ഉണ്ടാവരുത്. എന്നാലാണ് ആ ക്യാരക്ടർ വർക്കാവുള്ളൂ. സോ തിക്കാടിനെ സംബന്ധിച്ചോളം സ്റ്റാർഡം ഒരു പ്രശ്നമല്ല. ഇവര് ഇനി നാളെ സ്ക്രിപ്റ്റാണ് മെയിൻ തിങ്. പക്ഷെ ഇവര് നാളെ നല്ല സ്റ്റാർസ് ആവും, വലിയ രീതിയിലുള്ള ഒരു സ്റ്റാർസ് ആവും, അതെനിക്കൊരു ഉറപ്പുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ഈ ഒരു ടൈം പീരീഡിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഫിലിമും ഫേസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഡീഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ ഒരുപാട് റിവ്യൂസ് ഇട്ടിട്ടും ചിലപ്പോൾ മേ ബി അത് നല്ല സിനിമയായിരിക്കും, റിവ്യൂ കണ്ടിട്ട് നമ്മൾ സിനിമ കാണാൻ പോകുന്ന രീതിയിലേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഡീഗ്രേഡിങ്? അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. കാരണം ഡീഗ്രേഡ് ചെയ്യപ്പെടാനായിട്ട് ഞങ്ങൾ അത്ര വലിയ ആൾക്കാരായിട്ടില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് ആയതിനു ശേഷമേ നമ്മൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുള്ളൂ. ഇപ്പോൾ ഉടനെ നമുക്ക് ശത്രുക്കളോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് വി ആർ ലിവിങ് ഇൻ എ ഡിജിറ്റൽ വേൾഡ്. ഇതിലിപ്പോ നമുക്ക് എന്താ പറയാ, ഒരു ആളിപ്പോ സിനിമ കാണാൻ പോകുന്നെങ്കിൽ അയാൾ പോയി സിനിമ കണ്ടാലും കണ്ടില്ലെങ്കിലും ശരി, അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്കിലോ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ റീൽ എടുത്തിട്ടോ അല്ലെങ്കിൽ പോസ്റ്റായിട്ടോ അദ്ദേഹത്തിന് എന്ത് പറയാൻ തോന്നുന്നോ അത് പറയാം. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ലതാണെങ്കിൽ നമുക്ക് സന്തോഷം. ഡീഗ്രേഡഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ
നമ്മൾ അടുത്ത വർക്കിലൂടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും വീണ്ടും, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഒരു അതായത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ട് ഇട്ടാലും അത് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും നോക്കുന്ന കാരണം ചില സിനിമേനെ അത് അങ്ങനെ ഡിഗ്രേഡ് ഞാൻ പറയും, നല്ല സിനിമകൾ എത്ര ഡിഗ്രേഡ് ചെയ്താലും ഓടിക്കൊണ്ടിരിക്കും. ഉറപ്പാണ്, ആ ഒരു വിശ്വാസം ഉണ്ട്. ഉറപ്പാണ്. ഒരു അതായത് ഏറ്റവും കൊമേഴ്ഷ്യലി വിജയിച്ചിട്ടുള്ള സിനിമകൾ എടുത്താൽ പോലും എല്ലാ സിനിമകൾക്കും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10% ഒരു നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും. കാരണം എല്ലാവരും ഇപ്പൊ ഒരു 500 പേര് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കില്ല. ചിലർക്ക് ഒരു സീൻ കൈയടിക്കാൻ തോന്നുന്ന സീൻ ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ അയ്യെന്ന് തോന്നുന്ന സീനായിരിക്കാം. അപ്പോൾ അത് എല്ലാവർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടാവും. ഒരിക്കലും 100% എല്ലാവരും ഒരേപോലെ ഓക്കെ പറയുന്ന സിനിമകൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു 10% ആൾക്കാർ, അതായത് കാണുന്ന ഒരു 10 പേരിൽ 6 പേരെങ്കിലും നല്ലത് പറഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. ബാക്കി 4 പേര് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഈ 6 പേരും നെഗറ്റീവ് ആണ് പറയുന്നെങ്കിൽ, ഓപ്പോസിറ്റ് ആണ് നടക്കുന്നെങ്കിൽ, നമ്മൾ അടുത്ത സിനിമയിൽ ആ 6 പേരെയും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. ഡീഗ്രേഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോ ഈ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി അതിന്റെ ഇടയിൽ ഒത്തിരി നല്ല കമന്റ്സ് ആണ് ഉള്ളത്. അതിനകത്ത് 1-2 നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോ പടം ചെയ്യുന്ന സമയത്ത് തന്നെ ചില ആൾക്കാർ ഇതേപോലെ പറഞ്ഞായിരുന്നു, ആക്ച്വലി നീ മ്യൂസിക് ഡയറക്ടർ അല്ലേ, എന്തിനാണ് ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരാൾക്ക് ഒരു കാര്യമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതൊന്നും ഒരിക്കലും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഐ മീൻ രജത്തിനെ നായകനാക്കുന്നത്, എന്തിനാണ് നിനക്കൊരു മെയിൻ സ്ട്രീം ആൾക്കാർ നീ വിചാരിച്ചാൽ കിട്ടാത്തട്ടാണോ, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ ഈ പറയുന്ന മെയിൻ സ്ട്രീം ആൾക്കാർ നമ്മൾ ഷൂട്ട് ചെയ്ത പോലെ ഈ എഫേർട്ട് എടുക്കാൻ അവർ റെഡി ആയിരിക്കത്തില്ല ഒരിക്കലും. കാരണം ഇവൻ എന്നെ ഇത്രയും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇവൻ ആ കാട്ടിലൂടെ നടക്കുന്ന പല സാധനങ്ങൾ ഞങ്ങൾ റെക്കേ ചെയ്യാതെ പോയി ഷൂട്ട് ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ ഓക്കെ ഇത് ഈ ഫ്രെയിമിന് ഓക്കെ ആണെന്ന് ഓർത്തിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇഴജന്തുക്കളുണ്ടോയെന്ന് പോലും നോക്കാതെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ പല ഡിഫിക്കൽട്ട് ഇഷ്യൂസിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഭയങ്കര എഫേർട്ട് ഉണ്ട് ഇതിനകത്ത്. കാരണം 60 to 65 days ആണ് ഷൂട്ട് പോയേക്കുന്നത്. ഇതിനകത്ത് 45 ദിവസം കാടിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. വേറൊരു കാര്യം, ഈ രാവിലെ നമ്മൾ സോഴ്സ് ലൈറ്റ് വെച്ചിട്ടാണ് രാവിലത്തെ മോർണിംഗ് ഷോട്ട് ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പോ വളരെ മിനിമലായിട്ടാണ് ആ സമയത്ത് നമുക്ക് ലൈറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി ദൂരം നടക്കണം. അന്നേരം ചിലപ്പോൾ ഭയങ്കര മഴയായിരിക്കും. കാരണം ഞങ്ങൾ ജൂണിലൊക്കെ പോയാൽ ഷൂട്ട് ചെയ്തത്, ഭയങ്കര മഴ. അപ്പോൾ അവർക്ക് ഓക്കെ ഈ മഴയത്ത് നമുക്ക് ഇത് ചെയ്ത രസമല്ലേ. അപ്പോൾ അങ്ങനെ നനയാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. കാരണം ആ ഇട്ട ഡ്രസ്സിനകത്ത് കൂടെ വേറെ അഡീഷണൽ ഡ്രസ്സൊന്നുമില്ല. ഇത് നനഞ്ഞ് പിന്നെ വൈകുന്നേരം രാത്രി വീട്ടിൽ ചെന്നിട്ട് വേണം അത് മാറാൻ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത സീൻ എന്ന് പറയുന്നത് എന്താ, വാട്ട് ഈസ് പെട്ടെന്ന് മഴയൊക്കെ മാറി വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി പോയി. പിന്നെ നമുക്ക് പിറ്റേ ദിവസം വരണം, മഴ വരണം, അങ്ങനെയുള്ള കാര്യമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇല്ലില്ല, അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കുന്നു, പിഴിയുന്നു, ഉണക്കാനിടുന്നു. ഓക്കെ, ഉണക്കാനിട്ടിട്ട് നമ്മൾ അടുത്ത സീൻ എടുക്കുക. അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സീൻ എടുക്കും. പിന്നെ ഇതിൽ കാണുന്നതെല്ലാം റോ ഫുട്ടേജ് പോലെയാണ്. ഇൻ ദ സെൻസ് നമ്മള് ഒരു 90% ഓഫ് ദ സീക്വൻസസ്, എസ്പെഷ്യലി കാർഡൊക്കെ റോ ലൈറ്റ് ആണ്, ലൈക്ക് നാച്ചുറൽ ലൈറ്റ് ആണ്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകൾ ആർക്കും അങ്ങനെ മേക്കപ്പ് ഇല്ല, അങ്ങനെയുള്ള വേറെ പ്രശ്നങ്ങളൊന്നും. അത്യാവശ്യം വേണ്ട ആൾക്കാർ, മേക്കപ്പ് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മേക്കപ്പ് ഉണ്ട്, ലൈറ്റ് വേണ്ടടുത്ത് ലൈറ്റ് ഉണ്ട്. അങ്ങനെ ഇപ്പോ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് രീതിയിൽ പോയിട്ട് പെട്ടെന്ന് അങ്ങ് സിനിമാറ്റിക് ആവും. മനസ്സിലായി? പെട്ടെന്ന് സിനിമാറ്റിക് ആവും, പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്തിട്ട് എഗെയിൻ ഒരു നോൺ ലീനിയർ ആണ്. പടം ഒരു നോൺ ലീനിയർ ഫിലിം ആണ്. അപ്പോ അത് ഉണ്ട്. അല്ല, ഇപ്പൊ നമ്മള് ത്രില്ലർ മൂവീസ് അങ്ങനെയാണല്ലോ, ഒരൊറ്റ ഇതിൽ പോയിട്ട് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെയല്ല, ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആണ്. പടം കുറച്ച് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ അതിനകത്ത് ഗ്രിപ്പ് ആവും. ഗ്രിപ്പായി ഏകദേശം അതൊരു ലോക്ക് സീനിലേക്ക് മാറും എന്നുള്ളതാണ് ഇതുവരെയുള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം. തിയേറ്ററിൽ പോയുള്ള ഗുണം എന്താന്ന് വെച്ചാല് നമ്മള് ഈ പറയുന്ന ഒരു സൗണ്ട് ഡിസൈനിങ്, നമ്മൾ ഈ പറയുന്ന ഒരു പ്രകൃതിയുടെ ഒരു ആ ഒരു ഇമ്പാക്ട് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാ സിനിമകളും തിയേറ്റർ വാച്ച് ആണ് ബേസിക്കലി. നമ്മൾ എത്രയൊക്കെ നമ്മൾ മൊബൈൽ സ്ക്രീനിൽ ഇരുന്ന് കണ്ടാലോ ടെലിഗ്രാമിൽ ഇരുന്ന് കണ്ടാലോ അതിന് ഫീല് കിട്ടില്ല. അത് ഏത് സിനിമയ്ക്കും. പിന്നെ ഡെഫിനറ്റ്ലി ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരാള് പൈസ കൊടുത്തൊരു തിയേറ്ററിൽ പോകണമെങ്കിൽ അത് അവരുടെ ചോയ്സ് ആണ്. കാരണം ഇപ്പൊ ഒരുപാട് എക്സ്പെൻസസ് അതിന് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ നാച്ചുറലി എന്താ പറയാ, പൈസ കൊടുത്ത് പോകുന്ന ഒരു ഫാമിലിക്ക് ഇതൊരു മോശം അനുഭവമാവില്ല എന്തായാലും, അത്രയെങ്കിലും ഉറപ്പ് വരാം.
ഞങ്ങൾക്ക്. ഇത് തുടങ്ങുന്ന സമയത്ത് ഇത് ചെറിയൊരു പടം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. അപ്പോൾ ചെയ്തു വന്നപ്പോ വലുതായി. അല്ല അങ്ങനെയല്ല, ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ ചെയ്യുന്തോറും നമുക്കത് ഭയങ്കര ഒരു വലിയ പടത്തിന്റെ ഒരു ഫീലിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ട്. അതെ അതെ. പിന്നെ ഇപ്പൊ സ്കോർ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ മേലിൽ കുറെ പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പോയിട്ട് സൗണ്ട് സാമ്പിൾസ് എടുക്കാന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലൊക്കേഷനിൽ ചെന്നപ്പോൾ ആ പരിപാടിയൊക്കെ തലേന്ന് പോയി. കാരണം കംപ്ലീറ്റ്ലി മറ്റേ ഡയറക്ഷൻ പരിപാടി ഇതിനകത്ത് പോയിട്ട് സൗണ്ട് കംപ്ലീറ്റ്ലി തലേന്ന് പോയി. പിന്നെ അതിനുള്ള ടൈമും കിട്ടില്ല. കാരണം പ്രകൃതി, ഐ മീൻ ഈ നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. സോ എനി ടൈം മഴ അങ്ങനെയുള്ള സീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം കാട്ടിപ്പോയി ഇതിനു വേണ്ടി മാത്രം. ആ സമയത്ത് സൗണ്ടിന് വേണ്ടി മാത്രം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിനകത്ത് പ്ലാൻ ചെയ്തിരുന്നൊരു കാര്യം ഞാൻ ഫുൾ നമുക്കൊരു വുഡൻ കൈൻഡ് ഓഫ് സൗണ്ടിങ് കൊടുക്കാം, മോർ ദാൻ പ്ലാസ്റ്റിക് സൗണ്ടിങ്ങിനേക്കാൾ കൂടുതൽ നമുക്കൊരു വുഡൻ സൗണ്ടിങ് കൊടുക്കാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ തിരിച്ച്, ഞാനും എൻ്റെ 2-3 അസിസ്റ്റൻസ് പിള്ളേരുണ്ട്, ഞങ്ങൾ കാട്ടിപ്പോയി. നമ്മളിപ്പോൾ ഈ മരത്ത് നല്ല മരം, പല കൈൻഡ് ഓഫ് മരങ്ങളുണ്ടല്ലോ. അപ്പോൾ ചിലത് ഭയങ്കര തടിയുള്ള മരമുണ്ട്, ചിലത് ഭയങ്കര തിന്നായിട്ടുള്ള മരമുണ്ട്. ഇതിനകത്തേക്കൊക്കെ നമ്മളൊരു സ്റ്റിക്ക് എടുത്ത് അടിക്കുമ്പോഴത്തേക്കും എല്ലാത്തിനും ഡിഫറെൻറ്റ് ടോൺസ് ആണ് കിട്ടുന്നത്. അപ്പോൾ സോ അതിൻ്റെ സൗണ്ടൊക്കെ ക്യാപ്ചർ ചെയ്ത് അത് ഒരു സാമ്പിളിങ് പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറേ പെർക്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാട്ട് ഈസ് ദാറ്റ്, വയനാട് നിന്ന് നമ്മൾ പോകുന്ന വഴി വാട്ട് ഈസ് ദാറ്റ്, കർണാടകയായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് കുറേ ട്രൈബ്സ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ അവരുടെ പ്രേയേഴ്സ് ഉണ്ട്, അവരുടെ പ്രേയേഴ്സ് ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പോൾ അത് ആക്ച്വലി അവരുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞൂടെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷെ അവർ കാലാകാലങ്ങളായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇത് ഭയങ്കര ജിബ്രിഷ് ആയിട്ടുള്ള രീതിയിൽ അവരത് ചൊല്ലണം. അപ്പോൾ അത് അവിടെ പോയി അവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ്ലി ക്യാപ്ചർ ചെയ്ത് അത് സ്കോർ ആയിട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഫീലുണ്ട്. എനിക്കിപ്പോ മൊത്തത്തിൽ മനസ്സിലായി അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കും. അങ്ങനെ അല്ല, നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോ തോന്നുന്നില്ല. അങ്ങനെയല്ല, ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചില സമയത്ത് ഇങ്ങനെ റേസ് ചെയ്തിട്ട് പെട്ടെന്ന് കട്ട് ഓഫ് ആവും. പിന്നെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര സട്ടിൽ മ്യൂസിക് ആയി പോകും. പിന്നെ ഭയങ്കര ഈ ചീവീടിന്റെ സൗണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ടൈമിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ചില സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതെ. അല്ല, ഈ പടത്തിൽ ചീവിയുടെ ഒരു മെയിൻ ക്യാരക്ടറാണ് ആക്ച്വലി. ചില സമയത്ത് സാന്നിധ്യം ഉണ്ടാവും, ചില സമയത്ത് സൗണ്ട് ഉണ്ടാവും. അതെ, ഐ മീൻ പ്രസൻസ് ഉണ്ടാവും, സൗണ്ട് ഉണ്ടാവും. അതെ. ഞാൻ രജിത്തിനോട് ചോദിക്കട്ടെ, എന്താ ഇപ്പൊ പറഞ്ഞു, അതായത് ഇടയ്ക്ക് വെച്ചിട്ട് സിനിമ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്തിരുന്നില്ല, എന്ത് പറ്റി? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു 10 വർഷം മുമ്പ് ഒരു ബ്രേക്ക് എടുക്കണം എന്ന് എന്റെ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു. അതെ, 10 വർഷം. അതെ, അത്രേ ഉള്ളൂ. ബേസിക്കലി ആ സമയത്ത് എനിക്ക് എന്താ പറയാ, ഒരു ബ്രേക്ക് വേണം. അപ്പൊ ആ സമയത്ത് വന്ന ഓഫേഴ്സ് ഒക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും പറയാല്ല. പിന്നെ ആ സമയത്ത് എനിക്ക് എന്റെ കുറച്ച് ഡയറക്ടോറിയൽ മ്യൂസിക് വീഡിയോസും കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഹോംവർക്ക്. അല്ല, എനിക്ക് ബേസിക്കലി രണ്ടും ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഒബ്വിയസ്ലി നമുക്കൊരു ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ചില സംഭവങ്ങൾക്ക് വേണ്ടി ഇത് തൽക്കാലം ഒന്ന് സാക്രിഫൈസ് ചെയ്തു. ആള് എഴുതുമായിരുന്നു. ഐ മീൻ സ്ക്രിപ്റ്റിങ്ങിനുള്ള കുറെ കാര്യങ്ങളും കുറെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോക്കസ് അവന് അതിനകത്തേക്ക് ആയിരുന്നു കുറേയൊക്കെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ അവനെ നിർബന്ധിച്ചു പോകുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് സിക്കാടയുടെ കഥ പറഞ്ഞപ്പോൾ ഞാളിയാ നമുക്ക് ചെയ്യാം, ഐ എം ബാക്ക് എന്നുള്ളൊരു സാധനം പറഞ്ഞു. സിക്കാട മുതൽ സിക്കാടയുടെ ഷൂട്ട് ആണ് മലയാളത്തിൽ ഈ പറഞ്ഞ 10 വർഷത്തോളമായി ചെയ്തിട്ട്. പിന്നെ സിക്കാട ഞങ്ങളിപ്പോ ഒരു 2 വർഷം മുമ്പാണ് തുടങ്ങിയത്. ഈ 2 വർഷം തൊട്ട് ഞാൻ ബാക്കി അഭിനയിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ തമിഴാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അതെ, ബാക്ക് ഓൺ ട്രാക്ക്. ശരിയാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു തിരിച്ച്, ഐ മീൻ പേഴ്സണലി ഇവൻ എങ്ങനെയായിരിക്കും തിരിച്ചു വരുമ്പോൾ ആൾക്കാരുടെ ഒരു മൈൻഡ് എന്നുള്ളത്. പക്ഷെ ഭയങ്കര ഇപ്പൊ നമ്മൾ പോയ കുറെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അവനെ തിരിച്ചറിയുന്നുണ്ട്. അവന്റെ അടുത്ത് പോയി എല്ലാരും സംസാരിക്കുന്നുണ്ട്. അതെ അതെ, ചേട്ടൻ എന്താ ഇപ്പൊ അഭിനയിക്കാത്തെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഐ മീൻ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോഴും ആ ഒരു 10 വർഷം ഗ്യാപ്പിന് ശേഷമാണെങ്കിൽ പോലും ഇപ്പോഴും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർ അതിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതുകൊണ്ട് തന്നെ യെസ്, ഇനിയൊരു ബ്രേക്ക് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ഫിലിമിന് വേണ്ടിയിട്ടാണോ ഇത് ഈ ഫിലിമിന് വേണ്ടിയിട്ടല്ല. പക്ഷെ ഈ ഫിലിമിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ഓൺ സ്ക്രീൻ ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും, എല്ലാ ഇൻഹിബിഷൻസും മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനൊരു ലുക്ക് ഉണ്ടായിരുന്നു. കാരണം പടത്തിന് വേണ്ടിയിട്ട് ഒരു മേക്ക് ഓവർ സാധനം ചെയ്തായിരുന്നു. പക്ഷെ ഈ ഷൂട്ടിന്റെ തലേ ദിവസം വരുന്ന സമയത്ത് ആള് കുറച്ച് തിന്നായി.
അപ്പൊ തിന്നായി വന്നിട്ട് അവൻ വന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇരുന്നത്. പക്ഷെ ഞങ്ങള് നാളെ ഷൂട്ടാണെങ്കിൽ ഇന്ന് രാത്രി അവൻ എത്തി ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ വന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഇത്തിരി നരച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് ഗ്രേ ഹെയർസ് വന്നിട്ടുണ്ട്, ഇവിടെയും കുറച്ച് ഗ്രേ ഉണ്ട്, താടിയിലെ കുറച്ച് ഗ്രേ ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ടത് ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ആ ക്യാരക്ടറിസേഷൻ കുറച്ചും കൂടി നന്നാവായിരിക്കും. ഇവൻ ഓവർ എക്സ്പ്രഷൻ ഇടുന്നേക്കാൾ നല്ലത് കുറച്ച് എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ വില്ലൻ പരിപാടി അവൻ്റെ ഫേസിലുണ്ടാവും. സോ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ മേക്കപ്പ് ചെയ്തില്ല. കൊള്ളാം, പക്ഷെ ഈ ലുക്കും കൊള്ളാം. പക്ഷെ പെട്ടെന്ന് രജിത്തേന്ന് പറയണേ പണ്ടത്തെ ആ ഒരു ലുക്ക് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. അതെ, ഇനി ഒരു പാട്ടും കൂടി ആവാം ശ്രീധര. നെഞ്ചോട് ചേർത്ത് ഒന്ന് പാടും. ഞാൻ വേറെ പാട്ട് പാടട്ടെ? അല്ല അത് മതി. എന്നാ കുഴപ്പമില്ല, എന്നാ ഏതെങ്കിലും പാട്ട്. താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിൻ്റെ പൂരം, ചോലകളും കുയിലാളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം. മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര്, നിൻ വഴിയേരാപ്പകല് കാവലുണ്ടേ എൻ്റെ കണ്ണ്. താനേ തനന്താനേ തന്താനേ ആരോ ആരാരിരാരോ, താനേ തനന്താനേ തന്താനേ ആരോ ആരാരിരാരോ. എന്താ രസം, താങ്ക് യു. അടിപൊളി. താങ്ക് യു മച്ച്. അത് കറക്റ്റ് ആ ഫീലോട് കൂടി പാടുമ്പോഴേ കൊള്ളാം, അടിപൊളിയുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ മൂവി അടിപൊളിയാവട്ടെ. ഓഗസ്റ്റ് 9-നല്ലേ? ചേഞ്ച് ഒന്നും വരില്ലല്ലോ അല്ലെ ഇപ്പോഴത്തെ? ഞങ്ങൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന. കാര്യങ്ങൾ എല്ലാം ഒന്ന് സെറ്റിൽ ആവാനും. അതെ, ഇപ്പൊ കേരളത്തിൽ നിലവിൽ ഭയങ്കര മഴയാണ്. കേരളത്തിലെ നിലവിലുള്ള സാഹചര്യം വെച്ച് നമുക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഉണ്ടായ ദുരന്തങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മാനസികമായിട്ട് അവരോടൊപ്പം കൈകോർക്കാം. തീർച്ചയായും. അപ്പൊ എന്തായാലും മൂവി അടിപൊളിയാവട്ടെ. നിങ്ങൾ എല്ലാരും പോയി സിനിമ കാണണം കേട്ടോ, അടിപൊളി മൂവിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്.